കണ്ണൂരിൻ്റെ ഹൃദയഭാഗത്ത് സ്റ്റേറ്റ് ബാങ്കിന് തൊട്ടപ്പുറത്തും പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിക്ക് ഒരു മനോഹരമായ പള്ളിയുണ്ട്. വളരെ ശാന്തമായ ഒരു പള്ളി. ഇത് കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഇത് അഹമ്മദിയ മുസ്ലിമുകളുടെ ഒരു പള്ളിയാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ കൂടുതൽ അറിയാൻ വേണ്ടി ആ പള്ളിയിലേക്ക് പോകുമ്പോൾ മുറ്റത്ത് തന്നെ കുറച്ച് പേർ ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടു. അവിടെ ഇരിക്കുന്നവരോട് ഞാൻ എൻ്റെ സംശയങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ എല്ലാവരും എൻ്റെ സംശയങ്ങൾ തീർക്കാൻ റെഡിയായിരുന്നു. ഇവിടെ ആർക്ക് വേണമെങ്കിലും വരാം അല്ല. പിന്നെ വൃത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ അമ്പലമായാലും വൃത്തിയോട് ഉള്ളിൽ കയറണം. അതേമാതിരി നമ്മൾ പറയുന്നത് പള്ളിയിലായാലും കാല് കഴുകിയിട്ട് കയറണം അല്ല. വിശ്വാസം ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലേ. മറ്റേ അവര് കാത്തിരിക്കുന്നവരാണ്, ഞങ്ങൾ വന്നു വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങളെ നബി ഓൾറെഡി വന്നു അല്ലേ. അവസാന കാലത്ത് ഒരാൾ ഇതിനെ പരിഷ്കരിക്കാൻ വേണ്ടി വീണ്ടെടുക്കാൻ വേണ്ടി വിശ്വാസം വീണ്ടെടുക്കാൻ വേണ്ടി ഒരാൾ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. ആ ആള് വന്നു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ആ ആൾ ആകാശത്ത് നിന്ന് വരാനുണ്ടെന്ന് മറ്റുള്ളവർ വിശ്വസിച്ചിട്ട് കാത്തിരിക്കും. അബ്ദുൾ അസീസ് എന്ന മുൻ പ്രസിഡന്റ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരൂ. അപ്പോൾ അത് കേൾക്കാം. രൂപത്തിലാകുന്നത് 2011-ലാണ്. അതിന് മുമ്പേ ഇവിടെ പഴയ പള്ളി ഉണ്ടായിരുന്നു. പഴയതല്ല, നമ്മൾ എടുത്തത് തന്നെയാണ്. പിന്നെ ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും സ്വാഗതം. ജാതി മതം അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പള്ളിയിൽ പാലിക്കേണ്ട മര്യാദകളെല്ലാം പാലിക്കണമെന്നേ ഉള്ളൂ. ഇപ്പോൾ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം, പിന്നെ മറ്റു മതക്കാരായിട്ടുള്ള സ്ത്രീകളും അത്യാവശ്യം ഇവിടെ സന്ദർശിക്കാറുണ്ട്. ഇവിടെ ഞങ്ങളുടെ പ്രാഥമിക സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താറുണ്ട്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് 140 വർഷത്തെ പഴക്കമുണ്ട്. ഇന്ത്യയിലാണ് ആരംഭിച്ചത്. അതിൻ്റെ കണ്ണൂർ ചാപ്റ്ററിൻ്റെ ഒരു ഭാഗമാണ്. കണ്ണൂർ സിറ്റിയിലും ഇതേപോലെ രണ്ട് പള്ളിയുണ്ട്. കണ്ണൂർ സിറ്റിയിലുണ്ട്, പഴയങ്ങാടിയുണ്ട് അല്ലേ. കൂടാളിയുണ്ട്. നമ്മളെല്ലാം കോളേജിൽ നിന്ന് പഠിപ്പിച്ച ഒരു സാർ ഉണ്ടായിരുന്നു, മുഹമ്മദ് സാറ്. അവർ ഇതാ തോന്നുന്നു അല്ലേ. അവിടെ പള്ളിയുണ്ട്. പിന്നെ എവിടെ അടുത്ത് വേറെ എവിടെയെല്ലാം ഉണ്ട് പള്ളി? കടലായിലുണ്ട്, കടലായിലുണ്ട്, കൂടാളിയുണ്ട്, മട്ടന്നൂരുണ്ട്, പിന്നെ വടകരയുണ്ട്, കോഴിക്കോടുണ്ട്, തലശ്ശേരിയുണ്ട്. പണ്ട് ഇത്ര അധികം പള്ളി ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ സെന്റർ ആണോ? കേരളത്തിൽ മൊത്തം എത്ര ഉണ്ടാവും? കേരളത്തിൽ ഒരു 65-നും 70-നും ഇടക്ക് നിലവിൽ. പണ്ട് ഇത്ര ഉണ്ടായിരുന്നു, ഇപ്പൊ ഈടെ വന്നതാണോ ഇതെല്ലാം? പണ്ട് പിന്നെ ഒരു 25-30 കൊല്ലം മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ചേ ഉണ്ടായി. പിന്നെ വന്നതല്ലേ ഓരോ പുതിയ പുതിയ സ്ഥലങ്ങളിലെല്ലാം വന്നത് പിന്നീടാണ്. മറ്റേ മുസ്ലിമിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഈ അഹമ്മദിയ വിശ്വാസങ്ങളിൽ? പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഇപ്പം സാധാരണ ഇസ്ലാം കാര്യം 5, ഈമാൻ കാര്യം 6, അതെല്ലാം ഞങ്ങൾക്കും അത് തന്നെയാണ്. 5 നേരം നിസ്കാരം ഞങ്ങൾക്ക് നിർബന്ധമാണ്. റമദാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാണ്, സക്കാത്ത് നിർബന്ധമാണ്. ഇതൊക്കെ മറ്റു മുസ്ലിങ്ങൾ ചെയ്യുന്ന എല്ലാ ആരാധനകളും ഞങ്ങൾക്ക് നിർബന്ധമാണ്. മറ്റു മുസ്ലിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് ഈസാ ഇബ്നു മറിയം ആകാശത്ത് നിന്ന് ഇറങ്ങുന്നു. ഞങ്ങൾ അങ്ങനെയല്ല. ഈസാ ഇബ്നു മറിയം ഭൂമിയിൽ നിന്ന് തന്നെ വരേണ്ട ആളാണ്. അത് വന്നു കഴിഞ്ഞു. അദ്ദേഹം സ്ഥാപിച്ച ജമാഅത്താണ്. പഞ്ചാബിൽ 1889 മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി എന്ന് പറയുന്ന ആളാണ് ഞങ്ങളുടെ പ്രസ്ഥാനം സ്ഥാപിച്ചിട്ടുള്ളത്. അദ്ദേഹമാണ് ഈ കാലഘട്ടത്തിൽ വരേണ്ട മഹദി മസീഹ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. മറ്റ് മുസ്ലിങ്ങളിൽ നിന്ന് മറ്റൊരു വ്യത്യാസവും ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ പ്രവാചകനും മുഹമ്മദ് നബി തന്നെയാണ്. പിന്നെ ലാസ്റ്റ് വന്നതാണ് നിങ്ങളെ ഇത് അല്ലേ പ്രവാചകൻ. അത് ഒരു പരിഷ്കർത്താവ് എന്നുള്ള നിലക്ക് വന്നതാണ്. അദ്ദേഹത്തിന് പ്രവാചകത്വ പദവിയുണ്ട്. പിന്നെ ഈസാ ഇബ്നു മറിയം എന്ന് പറഞ്ഞത് ബനി ഇസ്രായേലിൽ വന്ന യേശുവിൻ്റെ സദൃശനായിട്ടുള്ള ആളാണ്. ഇനി നമ്മുടെ അലി സെയ്ദിന് വ്യത്യസ്തമായ ചില കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടെ കേൾക്കൂ. അഹമ്മദിയ ജമാഅത്തിനെ കുറിച്ചാണ് ഇതുവരെ വിനോദിനെ വെച്ച് പറഞ്ഞു വന്നത്. അതോടൊപ്പം തന്നെ ചേർത്തിട്ട് ആർക്കും അറിയാത്തൊരു സംഭവം പറയാൻ പോവാണ്. ഈ ആഗോള മുസ്ലിം വിഭാഗങ്ങൾ അഹമ്മദിയ ജമാഅത്ത് മുസ്ലിം ന്യൂനപക്ഷം എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ ആ മുസ്ലിം ന്യൂനപക്ഷം എന്ന്
ഈ മുസ്ലിങ്ങളല്ല എന്ന് വിധി പ്രഖ്യാപിച്ചതിന് ശേഷം പാകിസ്ഥാനിലൊക്കെ വ്യാപകമായി അവരെ വേട്ടയാടി തുടങ്ങുന്ന സമയത്താണ് വളപട്ടണത്ത്, എൻ്റെ ദേശത്ത്, ഏകദേശം പഴങ്ങാടി അഹമ്മദിയ ജമായത്തിൻ്റെ മോശമില്ലാത്തൊരു ശക്തി കേന്ദ്രമായിരുന്നിടത്ത് വളപട്ടണത്ത് ഈ കാദിയാനിസത്തിൻ്റെ വിവാദം ഉയരുന്നത്. അപ്പോൾ കുഞ്ഞഹമ്മദ് ഹാജി, കാദിയാനി കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന ആൾ കാദിയാനി മതം സ്വീകരിച്ചതിന് ശേഷം വളപട്ടണത്ത് ഷേഖ് തങ്ങൾ തെക്കാവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉണ്ടാവുകയും വാഴക്കാട് വിട്ട ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി സുന്നിപക്ഷത്തും കുഞ്ഞഹമ്മദ് ഹാജിയും കാദിയാനി കുഞ്ഞഹമ്മദ് ഹാജിയും മറുപക്ഷത്തിരുന്ന് വലിയ വാദപ്രതിവാദങ്ങൾ ഉണ്ടാവുകയും അതിൽ മതപരമായ ചർച്ചയിൽ കാദിയാനി കുഞ്ഞഹമ്മദ് ഹാജി തോറ്റുപോയി. അദ്ദേഹം പഞ്ചാബിലേക്ക് പോയി മിർസ ഗുലാമിനെ നേരിൽ കണ്ട് കാദിയാനി മതം ഉപേക്ഷിച്ച് പിന്നീട് അദ്ദേഹം അഹ്ലെ ഹദീസ് മുതലായ വിഷയത്തിലേക്ക് പോവുകയും ചെയ്തു. ആ കൂട്ടത്തിൽ തന്നെ വളപട്ടണത്തൊരു പുരാതന തറവാടിൽ നിന്നുള്ള സൈനുദ്ദീൻ മൊയ്തീൻ, അദ്ദേഹം പള്ളിയിലെ മുക്രി കൂടിയാണ്, കാദിയാനി മതം സ്വീകരിക്കുകയും അദ്ദേഹത്തിന് മരിച്ചു പോയപ്പോൾ മന്ന ഖബർസ്ഥാനിൽ ഖബറടക്കാൻ പറ്റില്ല, കാദിയാനികളെ മുസ്ലിം ഖബർസ്ഥാനിൽ വെക്കാൻ പറ്റില്ല എന്നുള്ള വിവാദം ഉണ്ടായപ്പോൾ അന്നത്തെ വലിയ കാളി ഹബീബ് തങ്ങൾ അത് ആ ഒരു വാശിക്ക് കൂടുതൽ കാദിയാനികളെ നാട്ടിൽ വളർത്താൻ വേണ്ടി ഇടയാക്കേണ്ട, പറമ്പിൻ്റെ ഒരു മൂലയിൽ അദ്ദേഹം കൂടി അന്ത്യവിശ്രമം കൊള്ളട്ടെ എന്ന തീരുമാനം എടുക്കുകയും ആയത് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ മന്ന ഖബർസ്ഥാനിലെ ഏതോ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് അകന്ന് മറ്റൊരു ആ വിവാദം അവിടെ അവസാനിപ്പിക്കും. അഹമ്മദിയ ജമായത്തിനെ കുറിച്ചാണ് ഇതുവരെ പിന്നെ വിനോദിനെ വെച്ച് പറഞ്ഞു വന്നത്. ചരിത്രമുണ്ട്. ഏതായാലും കൊടിയ പീഡനങ്ങളും മർദ്ദനങ്ങളും ആണ് അക്കാലത്തൊക്കെ അവർക്ക് ഈ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് നേരിടേണ്ടി വന്നത് എന്നുകൂടി ഈ ചരിത്രത്തോടൊപ്പം ചേർത്ത് വെക്കാൻ വിനോദിനെ ചേച്ചിക്ക് വേണ്ടി ഈ എൻ്റെ ശബ്ദരേഖ സമർപ്പിക്കുകയാണ്. ഇപ്പോൾ നോമ്പ് കാലമാണല്ലോ. കൂടുതൽ ഈ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഞാൻ പള്ളിയിലേക്ക് പോയത്. എല്ലാവരെയും സ്നേഹിക്കുക, ആരെയും വെറുക്കരുത് എന്നാണ് ഈ ബോർഡിൽ എഴുതി വച്ചിരിക്കുന്നത്. എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന തത്വം ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഈ രണ്ട് മുസ്ലിം വിഭാഗങ്ങൾ തമ്മിൽ ചെറിയൊരു ആശയവ്യത്യാസം മാത്രമേ ഉള്ളൂ. എല്ലാം ഒന്ന് തന്നെ. ഈ നോമ്പുകാലം സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും കാലമാണല്ലോ. അപ്പോൾ ഈ നോമ്പുകാലം എല്ലാവിധ ഐശ്വര്യങ്ങളും ഇവർക്ക് കിട്ടട്ടെ എന്ന് ആശീർവദിക്കുകയാണ്. ഞാൻ വീണ്ടും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയവുമായി വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.